മോനെവിടെ? നല്ല ഉറക്കമാ, ഞാൻ എടുത്തോണ്ട് വരാം. ഉറങ്ങിക്കോട്ടെ. ഓ, എന്തൊരു പുന്നാരം. മോനെ കാണാത്തൊരു വിഷമം. പണ്ടൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരാറുണ്ടായിരുന്നു. ഇപ്പൊ ആ പതിവ് ഇല്ലാതായി. ഇങ്ങോട്ടിരിക്കൂ. വിവരങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞത് മുതൽ പഴയതുപോലെ പോരാൻ പറ്റുന്നില്ല സാവിത്രി. ചേട്ടൻ ഇന്നലെയും ചോദിച്ചു, എന്തായി? സാവിത്രി, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ചേട്ടന്റെ ചോദ്യത്തിന് ഉത്തരമില്ലാതായിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നീയും നമ്മുടെ കുഞ്ഞും എന്റെ വീട്ടിൽ കഴിയേണ്ടവരാണ്. വേദാന്തം പലതും ഞാൻ കേട്ടു കഴിഞ്ഞു. എനിക്കൊന്നേ പറയാനുള്ളൂ, മര്യാദയ്ക്ക് ഇവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാണോ? ഇല്ലെങ്കിൽ ഒരു ദിവസം ഇവളും കുഞ്ഞും നിങ്ങളുടെ ബംഗ്ലാവിലെത്തും. അച്ഛന്റെ കാര്യം ശങ്കരൻകുട്ടിക്കും അറിയാവുന്നതല്ലേ? അച്ഛന്റെ പേര് പറഞ്ഞ് ഇനിയും എന്നെ കബളിപ്പിക്കണ്ട. ശങ്കരൻകുട്ടി, സാവിത്രിയും കുഞ്ഞും ഞാൻ കാരണം ഒരിക്കലും വിഷമിക്കില്ല. ഒരു കാര്യം ഞാൻ തെളിയിച്ച് തന്നെ പറയാം. എന്റെ പെങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ ഒരാളല്ല ആവശ്യം, അവൾക്കൊരു ഭർത്താവാണ് വേണ്ടത്. അത് മറക്കരുത്. ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ്. നാളെ തന്നെ മടങ്ങി വരും. സാവിത്രി വിഷമിക്കണ്ട. അച്ഛനെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും. പോയി വരട്ടെ. ഞാൻ വരട്ടെ സാവിത്രി. ഇപ്പോഴഭിമാനമായി, അച്ഛന്റെ സ്വഭാവമായി. അന്നൊന്നും ഇതില്ലായിരുന്നല്ലോ. ഏതായാലും ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അവന്റെ വെപ്പാട്ടിയായിട്ട് ജീവിക്കാമെന്ന് നീ കരുതണ്ട. അടുത്ത പ്രാവശ്യം അവൻ തന്നെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അപ്പൊ കാണാം, ഇവിടെ ഒന്നല്ല 2 കൊല നടക്കും. അതൊന്നും വേണ്ടി വരില്ല. അദ്ദേഹം എനിക്ക് വീട് വാങ്ങി തരാമെന്ന് പറഞ്ഞു. വാങ്ങി തന്നില്ലേ? എനിക്ക് വിശ്വാസമുണ്ട്, താമസിച്ചാലും അദ്ദേഹം എന്നെ സ്വീകരിക്കുമെന്ന്. ശരി, ഞാൻ പോകുന്നു. നാളെ വരാം. അപ്പോഴറിയാമല്ലോ. നീ എവിടെ പോയിരുന്നു? എസ്റ്റേറ്റിൽ പോയിരുന്നു? പോയിരുന്നു. അപ്പോ നീ എന്നെ അനുസരിക്കാനുള്ള ഭാവമില്ലല്ലേ? ഞാൻ അച്ഛനെ ധിക്കരിക്കുകയാണെന്ന് കരുതരുത്. സാവിത്രിയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവരാൻ അച്ഛൻ അനുവദിക്കണം. അത് മാത്രം സാധ്യമല്ലെന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവൾ ആരാണ്? അവളൊരു പാവപ്പെട്ട വീട്ടിലെയാണ്. എങ്കിലും എനിക്ക് അവളെയാണ് ഇഷ്ടം. ഈ തറവാട് ഏതാണെന്ന് നീ മറക്കരുത്. നാട് ഭരിച്ച പൊന്നുതമ്പുരാൻ പട്ടും വളയും സമ്മാനിച്ച തറവാടായത്. തലമുറകളായി പ്രതാപത്തോടെ എല്ലാവിധ അധികാരങ്ങളോടും കൂടി എന്റെ അച്ഛനപ്പൂപ്പന്മാർ ജീവിച്ച ഇവിടെ എന്റെ മരുമകളായി വരേണ്ടവൾ ആരാണെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ കാരണം ഒരു പാവപ്പെട്ട പെണ്ണ്, അതേപ്പറ്റി നീ വിഷമിക്കേണ്ട. ഇതൊക്കെ ചെറുപ്പത്തിന്റെ ബുദ്ധിമോശം കൊണ്ട് ആർക്കും പറ്റാവുന്നതാണ്. ഇതൊരു ബ്ലാങ്ക് ചെക്കാണ്. അവൾക്ക് എത്ര തുക വേണമെങ്കിലും എഴുതിയെടുക്കാം. അവൾക്ക് പണമല്ല അച്ഛാ വേണ്ടത്. പാവപ്പെട്ടവളായാലും അവൾക്കും അവളുടെ വീട്ടുകാർക്കും നമ്മളെപ്പോലെ അഭിമാനമില്ലേ? നിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് സമയമില്ല. പറയൂ, എന്താണ് നിന്റെ തീരുമാനം? ഞാൻ അവളെ സ്വീകരിക്കും. ഈ അഭിപ്രായത്തിന് മാറ്റമില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? മാറ്റമില്ലേ എന്ന്? ഇല്ല. ശരി.
ഇതിലേത് വേണമെങ്കിലും എടുക്കാം. നിന്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ഈ തോക്കുകൊണ്ട് എന്നെ കൊല്ലൂ. അല്ലെങ്കിൽ ഇതാ. ഏത് വേണമെന്ന് നിശ്ചയിക്കേണ്ടത് നീയാണ്. വേഗമാകട്ടെ. നീ എനിക്ക് വേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കണം. അച്ഛൻ വാശിക്കാരനാണെന്ന് നിനക്കറിയാമല്ലോ. തീരെ സമ്മതിക്കുന്നില്ല. ഒരു പക്ഷേ കുറെ കഴിഞ്ഞാൽ മോനെ കൂടി കണ്ടു കഴിയുമ്പോ അച്ഛന്റെ മനസ്സ് മാറിയെന്നിരിക്കും. പക്ഷേ ഇപ്പൊ ചേട്ടനോട് എന്ത് പറയും? മറ്റുള്ളവരെ പോലെ എന്നെ കണക്കാക്കരുതെന്ന് പറയണം. എനിക്ക് പറ്റില്ല. എന്നും ഇങ്ങനെ വാക്കുമാറ്റി പറയാൻ. സാവിത്രി, 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 എന്നേക്ക് കരയാതെ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറ. എനിക്കൊന്നും അറിയില്ല. ഞാൻ നശിച്ചു. എഴുന്നേക്ക് സാവിത്രി, എഴുന്നേക്കാൻ. എഴുന്നേക്ക്. സമാധാനമായിരിക്കുക. ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് മകന്റെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങാം. ഇതാ, ഇത് വെച്ചോളൂ. ഓഹോ, നഷ്ടപരിഹാരം കൊടുത്ത് പോകാൻ വന്നതാണോ? എന്റെ പെങ്ങളെ പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ശങ്കരൻ. എനിക്ക് ഒന്നും കേൾക്കണ്ട. ഇവളെയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ? കുഞ്ഞിനെടുക്ക. ഇനി എന്നെ ഞാൻ ഇവിടെ താമസിപ്പിക്കില്ല. എനിക്ക് ഈ നാട്ടിൽ തലമുക്കി നടക്കണം. സാവിത്രിക്ക് ഞാൻ ഒരു ദുഃഖവും ഉണ്ടാക്കില്ല. നിങ്ങളെപ്പോലെയുള്ള പണക്കാർ ഇത് ഇന്നും ഇന്നലെയും പറഞ്ഞു തുടങ്ങിയതല്ല. ചോരയും നീരുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ നശിപ്പിക്കും. എന്നിട്ട് തറവാടിന്റെ മാനം കാക്കാനെന്ന് പറഞ്ഞ് ഒരു നോട്ടും മരിച്ചു വെച്ചിട്ട് പോക്കും. ആ പതിവ് ഇനി ഇവിടെ നടക്കില്ല. അച്ഛൻ ബംഗ്ലാവിലെത്തിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് അച്ഛനൊന്ന് വിശ്വസിപ്പിക്കാനെങ്കിലും. പറ്റില്ല. ഇവളെ കയ്യോടെ ഇവിടെ കൊണ്ടുപോകണം. നിർബന്ധമാണ്. ആ, എങ്കിൽ തൽക്കാലം സാധ്യമല്ല. എന്നാൽ താൻ ജീവനോടെ ഇവിടുത്തെ രക്ഷപ്പെടില്ല. എന്റെ കുഞ്ഞിന്റെയും അവന്റെ അമ്മയുടെയും കാര്യം നോക്കാൻ ആരുടെയും ശുപാർശ ആവശ്യമില്ല. സാവിത്രിയും കുഞ്ഞിനെയും കൊണ്ടല്ലാതെ നീ ഇവിടുന്ന് പോവില്ല. സാവിത്രിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിന് ആരുടെ ശുപാർശ എനിക്ക് ആവശ്യമില്ല. ഇല്ലെങ്കിൽ സാവിത്രി, സാവിത്രി, സാവിത്രി.